തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അവതരിപ്പിച്ച കരട് ബഡ്ജറ്റിനെ തല്ലിയും തഴുകിയും പ്രതിപക്ഷ നേതാവ് കെ ബാലകൃഷ്ണൻ. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ കരട് ബഡ്ജറ്റ് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് മാത്രമാണ് അഭിനന്ദനാർഹമെന്നായിരുന്നു കെ ബാലകൃഷ്ണന്റെ അഭിപ്രായം. ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള തിരുവില്ലാമലയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ഫണ്ട് വകയിരുത്തിയില്ലെന്നും ബജറ്റ് തീർത്തും നിരാശാജനകമായിരുന്നുവെന്നും കെ ബാലകൃഷ്ണൻ ബജറ്റ് ചർച്ചയിൽ പറഞ്ഞു. എല്ലാ വർഷവും നമ്മൾ ഇവിടെ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തെ പോലെ വീണ്ടും അതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ കാലഘട്ടം 4 വർഷമായിട്ടും തിരുവില്ലാമല ടൂറിസം വികസനത്തിനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇത്തവണ നമുക്ക് 13 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. കഴിഞ്ഞ തവണ ടൂറിസം പദ്ധതിക്ക് ആവശ്യമായി തിരുവില്ലാമല ക്ഷേത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പദ്ധതികൾ വിഭാവനം ചെയ്തിരുന്നു. ഇന്ന് ആ പദ്ധതികളെ കുറിച്ചിട്ട് എവിടെയും പരാമർശങ്ങൾ പോലുമില്ല. അപ്പോൾ തിരുവില്ലാമലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വളരണം, തിരുവില്ലാമല ക്ഷേത്രത്തിൻ്റെ ഭാഗം അവിടെ വളർച്ചയുണ്ടാകണം. അതിന് ദേവസ്വമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് എല്ലാ വർഷവും പഞ്ചായത്തിൽ ഈ ബഡ്ജറ്റ് നമ്മൾ ഉൾപ്പെടുന്നതാണ്. അത്തരം കാര്യങ്ങളൊന്നും ടൂറിസത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല. അതുപോലെ ആരോഗ്യ മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവില്ലാമലയിൽ ഇന്നൊരു ആശുപത്രി ഉണ്ട്. ആ ആശുപത്രി പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത്. ആ ആശുപത്രിയുടെ വികസനത്തിനായിട്ട് തിരുവില്ലാമലക്കാർക്ക് ഒരു ഡോക്ടർ പോലും ഇല്ലാത്തൊരു അവസ്ഥ വന്നിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിനകത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് വളരെ അടിയന്തരമായൊരു ആവശ്യമാണ്. അതുപോലെ കൈത്തറി മേഖലയിലെ ഈ പ്രദേശങ്ങളിൽ എവിടെയും ഒരു പരാമർശങ്ങളും പോലും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ ആശ്രയ അഗതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒട്ടനവധി ആളുകളുണ്ട്. ഇന്നും ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിൽ നിന്ന് പ്രത്യേകിച്ച് അവർക്കൊന്നും കൊടുക്കുന്നതായിട്ട് കാണില്ല. പണ്ട് കുടുംബശ്രീക്കാർ കൊടുത്ത കിറ്റ് പോലും ഇന്ന് നിന്ന് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങൾ കൂടി ഈ പഞ്ചായത്തിന് ബഡ്ജറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ചെയ്യുന്നതാണ്. തിരുവില്ലാമല അമ്പലത്തിൻ്റെ ഭാഗത്തൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇന്ന് അവിടെ KSRTC ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MLA ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് പോലും ഇന്നും അതിനുവേണ്ടി പഞ്ചായത്തിനൊരു ടോക്കൺ പ്രൊവിഷൻ വെച്ചിട്ട് അതിനെ തുടർ നടപടികൾക്കായിട്ട് പഞ്ചായത്ത് ബഡ്ജറ്റ് ഉൾപ്പെടുത്തണമെന്നാണ് വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. തിരുവില്ലാമല.